നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോഴാണ് ഈ ലോയർ അഡ്വക്കേറ്റ് ഒക്കെ ആവണമെന്നുള്ള ഒരു കോരിത്തരിപ്പൊക്കെ ഉണ്ടാവുന്ന ഒരു സീൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളം സിനിമയിലായാലും ഇപ്പോൾ പൊതുവേ. ഇപ്പം പേഴ്സണലി ഞാനും പണ്ടൊക്കെ ആലോചിക്കും, സിനിമ കാണുമ്പോൾ നമുക്കൊരു ഒരു തോന്നും, ഓക്കെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ എത്രത്തോളം നമുക്കത് പ്രാക്ടിക്കലി ഈ ഫിലിം പോലെയാണോ അതൊരു കാര്യം. രണ്ടാമത് ഇപ്പം ഒരു സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ അഡ്വക്കേറ്റ് പ്രൊഫഷൻ എത്രത്തോളം പ്രാക്ടിക്കലി നടക്കുമോ അതിനെപ്പറ്റി. ഈ സിനിമയിൽ കാണുന്ന അത്ര കളർഫുള്ളോ ഡ്രാമാറ്റിക് ഒന്നും ആയിരിക്കണമെന്നില്ല. പ്രാക്ടിക്കലി വരുമ്പോഴത്തേന് അത്രത്തോളം ഹാർഡ്ഷിപ്പ് ഉള്ളൊരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ അത്രയും ഹാർഡ്ഷിപ്പ് ഉള്ളൊരു ഫീൽഡാണ്. സസ്റ്റെയിൻ ചെയ്യാൻ തന്നെ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ നല്ല ബുദ്ധിമുട്ട്, എനിക്കും ബുദ്ധിമുട്ടായിരുന്നു, എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രൊഫഷൻ ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും. ഉറപ്പായിട്ടും ഒരു ലോവസ്റ്റ് പെയ്ഡ് ജോബ് തന്നെയാണ് ഇപ്പോഴും അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേജിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾക്ക് പറ്റുമെന്നുള്ളത് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറ്റും. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. സർട്ടിഫൈഡ് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ഈ മോഹൻലാൽ, AR റഹ്മാൻ ഇവരൊക്കെ അഡ്മയർ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഇത് ചെയ്യാമെങ്കിൽ എനിക്കിത് പറ്റുമല്ലോ എന്നൊരു തോന്നലുണ്ടായി. പക്ഷേ ഇൻട്രോവേർട്സിന് ഇത് പറ്റും എന്നൊരു പുസ്തകം തന്നെ ഉണ്ട്. അപ്പം അതിൽ പറയുന്നുണ്ട് ഈ ക്ലയൻറ്റ് ഡീലിങ്ങിനായാലും അവർക്ക് ബെറ്റർ റെമഡി കൊടുക്കുന്ന കാര്യമൊക്കെ കുറച്ചുകൂടെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ്ട് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, എഫക്റ്റീവാണ്. പക്ഷേ ഓക്കെ, ഈ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇനിഷ്യൽ സ്റ്റേജിൽ ഇവർക്ക് വരുന്ന ലോവസ്റ്റ് പെയ്ഡ് എന്നുള്ളത്. പക്ഷെ അത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമല്ലേ? കാരണം ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ലോയർ ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അവർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ അല്ല വരുന്നത്. ഒരു തിയറിറ്റിക്കൽ നോളജ് വഴി വന്നിട്ടാണ് ഒരു പെട്ടെന്നൊരു ദിവസം എൻറോൾ ചെയ്ത് വരുമ്പം പ്രാക്ടിക്കൽ സിനാറിയോസ് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിനിങ് ഇല്ലാതെ എത്രത്തോളം അത് അണ്ടർ പെയ്ഡ് എന്ന് പറയുന്നതിൽ ഉപരി അതൊരു ട്രെയിനിങ് പീരീഡ് അല്ലേ? അത് അങ്ങനെ കടന്നു പോകണ്ടേ എന്നുള്ളത്. കാരണം ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു 3 year ആർട്ടിക്കൽഷിപ്പ് ഉണ്ട്. അത് നമ്മൾ ആരും അണ്ടർ പെയ്ഡ് എന്ന് വാക്ക് ഉപയോഗിക്കാറില്ല. അവിടെ ട്രെയിനിങ് ആണ്, അത് കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ആ കോഴ്സിൽ വരുത്തേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ എൻറോൾ ചെയ്യും മുന്നേ ഒരു ട്രെയിനിങ് വേണമെന്നുള്ളതൊക്കെ ആണ്. പക്ഷേ ആ ട്രെയിനിങ്ങിന് ഇത്ര എമൗണ്ട് കൊടുത്തുകൂടെ? ഈ ട്രെയിനിങ് കൊണ്ട് ആ ഫേമിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ഈ ജൂനിയേഴ്സിനെ കൊണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അതിനുള്ള റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതാണ്. ശരിക്കും അതൊരു റാഗിങ് സൈക്കോളജി പോലെ പണ്ട് അവർ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടത് നിങ്ങൾ ഇത്രയും പൈസയ്ക്ക് തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു സൈക്കോളജി. ഈ വർക്ക്ഷോപ്പിലൊക്കെ പണ്ട് നമ്മൾ പറയില്ലേ, വർക്ക് പഠിക്കാൻ നിൽക്കുകയല്ലേ, വർക്ക്ഷോപ്പ് മേസ്തിരി വർക്ക് പഠിപ്പിച്ച് തരും. അപ്പം അത് കുറവായിരിക്കും, പൈസ കുറവായിരിക്കും, വർക്ക് പഠിക്കാമല്ലോ എന്നാണ്. പക്ഷെ അത് ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യാൻ ചിലപ്പം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, നല്ല കഴിവുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും ഇതിൽ നിന്ന് വിട്ട് മറ്റ് ജോലിയിലേക്ക് പോകുന്നത്. അങ്ങനെ പലരെയും അറിയാം, പേഴ്സണലി അറിയുന്നവരുണ്ട്. അപ്പോൾ ഇച്ചിരി പേയ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇതിൽ തന്നെ നിൽക്കുമായിരുന്നു. വളരെ പേരെടുക്കുന്ന സാധ്യതയുള്ള ആൾക്കാർ ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട്. അതിന് സൊല്യൂഷനായിട്ട് അപ്പം ഈ അക്കാഡമിക്കലി വരുത്തി കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ആവോ? ഇല്ല, പേയ്മെൻറ്റ് അത്യാവശ്യം അത് തന്നെ ഈ പറയുന്ന 5 വർഷം ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, 5 വർഷത്തിൻ്റെ അകത്ത് പറയുന്നില്ല, 3 to 5 അതിൻ്റെ 3 to 5 അകത്തൊരു 1 year എന്തെങ്കിലും ട്രെയിനിങ് പീരീഡ് പോലെ ആക്കി കഴിഞ്ഞാൽ മതിയാവും. അത് സൊല്യൂഷൻ ആവുമല്ലോ. ഈ പറഞ്ഞ അത് മാത്രമല്ല സൊല്യൂഷൻ, ഏതാ അത് മാത്രമല്ലൊരു സൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുക്കാം, അങ്ങനെയല്ല. അങ്ങനെയല്ല, മന്ത്ലി ഒരു എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു, ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ തന്നെ പുള്ളിക്ക് സ്റ്റൈഫൻഡ് ഒരു ഇത് അതായത് ഒരു വേഷമിട്ട് ഇറങ്ങണം, കാറിൽ പെട്രോൾ അടിക്കണം, ഫുഡ് കഴിക്കണം, ഇതിനെല്ലാം ഒരു മാസം ഒരു തുക ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇതിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് എത്രയാണ് ഫസ്റ്റ് സ്റ്റൈഫൻഡ് അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ? ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്ന ആ സമയത്തൊക്കെ ഈ കോവിഡിൻ്റെ സമയങ്ങൾ, അപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു കിക്ക് ആയിട്ട് കിട്ടുന്നത് വയ്യാതെ ഒരാഴ്ച വീട്ടിലിരുന്നു. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായി, സ്വന്തമായിട്ട് ചെയ്ത്. അല്ല, പോയി കഴിഞ്ഞാൽ ചിലവ് കൂടുതലായിരുന്നു. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച വയ്യാണ്ട് വീട്ടിലിരുന്നപ്പോൾ കയ്യിൽ പൈസ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ആലോചിച്ച് തുടങ്ങുന്നത്. ഇതിന് ഇടയ്ക്ക് പലതവണ നിർത്തിയാലോ എന്ന് ആലോചിച്ച്, പ്രാക്ടീസ് നിർത്തിയിട്ട്. പ്രാക്ടീസ് എന്ന് പറയുന്നത് ജൂനിയറായിട്ട് വർക്ക് ചെയ്തതാണ്. അതെ. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് എത്രയാണ് കിട്ടിയത് ജൂനിയറായിട്ട്? മന്ത്ലി പേയ്മെൻ്റ് അല്ല. അങ്ങനെ ഒരു സ്റ്റൈഫൻഡ് കൾച്ചറേ ഇല്ല. ചില ഓഫീസിൽ ഉണ്ട്, ഓക്കെ, ചില ഓഫീസിൽ അത് ഇല്ല. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അത്രയും സ്ട്രഗിൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു ചേഞ്ച് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. മാറേണ്ട കാലം കഴിഞ്ഞു, ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്.